എക്കോ മൂവിയുടെ വിശേഷമാണ്. ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. ഇത് എൻ്റെ മലയാള സിനിമയല്ല. എൻ്റെ മലയാള സിനിമ ഇങ്ങനെയല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഒരു ഇംഗ്ലീഷ് സിനിമ ഡബ് ചെയ്ത് നമ്മുടെ ചാനലുകളൊക്കെ വരുന്ന ഇംഗ്ലീഷ് സിനിമ എങ്ങനെയുണ്ടാവും, ചൈനീസ് സിനിമ, ആ ഒരു രീതിയിലാണ് ഞാൻ ഈ സിനിമ കണ്ടത്, എക്കോ മൂവി കണ്ടത്. എനിക്ക് മലയാള സിനിമയാണെന്ന് തോന്നിയിട്ടേ ഇല്ല. അത്ര അടിപൊളിയായിട്ടാണ് അവർ ആ സിനിമ എടുത്തിരിക്കുന്നത്. നല്ലൊരു സിനിമയാണ്. ദിൽജിത്താണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം വന്ന മൂവിയാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സാധാരണ ഒരു സംവിധായകന്റെ ഒരു പടം വന്നു കഴിഞ്ഞാൽ അടുത്ത പടം എങ്ങനെ ഉണ്ടായിരിക്കും, നല്ലതായിരിക്കുമോ മോശമായിരിക്കുമോ അതോ അതിലും മേളിൽ പോകുമോ എന്നുള്ള ചർച്ച ഉണ്ടാവും. അങ്ങനെയാകുമ്പം കിഷ്കിന്ധ കാണ്ഡത്തിനേക്കാളും മുകളിലാണ് ഈ സിനിമ ഉള്ളത്. അതിന് നല്ലൊരു കൈയടി കൊടുക്കാം. സംവിധായകൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി നല്ല സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. പിന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി എടുത്തു പറയേണ്ടതാണ്. ബാഹുൽ രമേശാണ് സിനിമോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സിനിമയിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ, കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവസാനം വരെ നമ്മൾ സിനിമയിൽ നിന്ന് മാറില്ല. നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ വേണ്ടി നമുക്ക് തോന്നുകയില്ല. കാരണം ഓരോ സീനും അങ്ങനെ ഇത് ടപ്പേന്ന് പറഞ്ഞ സീനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓരോ കഥാപാത്രങ്ങൾക്ക് നിഗൂഢത, ശരിക്കും പറഞ്ഞാൽ കഥാപാത്രങ്ങൾക്ക് എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട്. കഥാപാത്രങ്ങൾ മാത്രമല്ല, ലൊക്കേഷനുകൾ ഇവർ ചെയ്തു വെച്ചത് എല്ലാത്തിനും നിഗൂഢതയാണ്. പിന്നെ ഒരു ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് സംഭവം ചെയ്തത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ ഓരോ സീനിനും വേണ്ട ഈ രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഒരു പട്ടി ഇണയ്ക്കുന്നത്, പട്ടി മുരളുന്നത്, അങ്ങനെ നമുക്ക് സ്ക്രീനിൽ പട്ടിയില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പട്ടികൾ വരുന്നതായിട്ടും പട്ടികൾ കുരയ്ക്കുന്നതായിട്ടൊക്കെ സൗണ്ടൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതും ഓരോ സീനിൻ്റെയും എല്ലാം ആ കാറ്റ് വരുന്നതും എല്ലാം അടിപൊളിയായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയിലുള്ള എല്ലാം പക്കയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ ഇവർക്ക് ചെയ്തു വെക്കാൻ പറ്റിയത് വെച്ചിരിക്കുന്നത്. പിന്നെ അഭിനേതാക്കളെ എടുത്തു പറയുകയാണ് നമ്മുടെ നായകൻ നമ്മുടെ സന്ദീപ് പ്രദീപ് പുതുമുഖം എന്നുമല്ല, അപ്പോൾ കുറച്ച് സിനിമയായി. യുവതാരം എന്ന നിലയിൽ നിന്നും കുറേ അദ്ദേഹത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നല്ലപോലെ അദ്ദേഹത്തിന് കിട്ടിയ റോള് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നല്ല ഫൈറ്റ് ഉണ്ട്. നല്ല രീതിയിൽ അദ്ദേഹം അത് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ ഇദ്ദേഹം ഈ കഥാപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നും വെളിപ്പെടുത്താത്ത ഒരു കഥാപാത്രം, നിഗൂഢത ഒളിപ്പിച്ച് അത് നല്ലപോലെ കൊണ്ടുവന്നുണ്ട്. അവസാനം വരെ അത് നീട്ടിക്കൊണ്ട് ഈ സിനിമയിൽ എല്ലാ കഥാപാത്രവും ഒന്നും തന്നെയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ വിനീത് ഏട്ടൻ ശരിക്കും പറഞ്ഞാൽ പണ്ട് ചെയ്ത കഥാപാത്രങ്ങളൊന്നുമല്ല. അദ്ദേഹം നായകനായിട്ടും വലിയ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴാണ് നല്ല നല്ല ക്യാരക്ടർ റോളുകളും നല്ല രീതിയിൽ ചെയ്യാൻ ഇപ്പോഴാണ് ശരിക്കും വരെ പറ്റിയത്. ഇനി നല്ല റോളുകൾ ചെയ്യാൻ പറ്റും. അതുപോലെ അശോകേട്ടൻ ഒരു ടാക്സി ഡ്രൈവറാണ്. ഒരു വലിയ കുന്നുമല്ല കാടുകളിലൊക്കെ ജീപ്പ് ഓടിച്ച് നടക്കുന്നവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതൊരു സാധാരണ നിഗൂഢതയുള്ള കഥാപാത്രം എല്ലാവരുടെയും, വിനീതിൻ്റെ ആണെങ്കിലും അശോകേട്ടൻ്റെ ആണെങ്കിലും ഇപ്പം അടുത്ത നരേൻ്റെയും എല്ലാം ഒരു പ്രത്യേകത ഉള്ള കഥാപാത്രങ്ങളാണ്. ഒന്നും സത്യസന്ധനായ കഥാപാത്രങ്ങളല്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടാകും കഥാപാത്രങ്ങളിൽ. അതേപോലെ തന്നെ നരൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം പാറ്റേണുള്ള ഒരു കഥാപാത്രമാണെങ്കിലും പിന്നെ വിനൂപൊപ്പം നല്ലൊരു ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെയ്ത ഒരു വിദേശ വനിതയുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ കേന്ദ്ര കഥാപാത്രം. അവരുടെ ചെറുപ്പം അഭിനയിച്ചതും നല്ലതാണ്. അതേ അവർ തന്നെയാണ് ഈ പ്രായമായിട്ടും അഭിനയിച്ചതെന്ന് തോന്നുന്ന രീതിയിലാണ് കഥാപാത്രങ്ങൾ. അവർക്ക് ഡബ് ചെയ്തവരാണെങ്കിലും ആരാണെങ്കിലും സല്യൂട്ട്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഡബിങ്ങിൽ തന്നെ ഉണ്ട് ആ കഥാപാത്രത്തിൻ്റെ എല്ലാം അടിക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ നിഗൂഢ തന്നെ മൊത്തം അവസാനം വരെ ട്വിസ്റ്റും ടേണും എല്ലാം ഈ പടത്തിലുണ്ട്. നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കഥാപാത്രങ്ങളെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ മ്യൂസിക് മുജീബ് മജീദ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസർ MRK ജയറാം, ആർട്ട് സതീഷ് താമരശ്ശേരിയാണ് ഇതിൻ്റെ ആർട്ട് ചെയ്തത്. ആർട്ട് വർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ലാഗില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് പട്ടികളുണ്ട്. ഈ പട്ടികളുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇവരെ എവിടുന്ന് കിട്ടിയെന്ന്, ഇവരെ കൊണ്ട് എങ്ങനെ ചെയ്തു, അവരുടെ ആക്ഷൻ തൊട്ട് എല്ലാം എങ്ങനെ ചെയ്യിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അവരുടെ ആ മുരളലും കുരയ്ക്കലും ആ സൗണ്ടും എല്ലാം ഒരു നിഗൂഢമായ സീനുകളിൽ വരെ എല്ലാ സീനിലും അവരുടെ അവസാനം വരെ അതുങ്ങളെ കൊണ്ട് ചെയ്യിച്ചു വെച്ചിരിക്കുന്ന ഭയങ്കര ഗ്രാഫിക്സോ അല്ലെങ്കിൽ VFX ഒക്കെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
അത്രയ്ക്ക് പക്കയാണ് ആ സീനുകളെല്ലാം. അടിപൊളിയായിട്ട് ഇതിനകത്ത് എല്ലാം പക്കയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു നെഗറ്റീവും ഈ സിനിമയെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവരും പോയി കാണണം. നല്ലൊരു സിനിമയാണ്. പിന്നെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെയെന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. ഇത് മറ്റുള്ളവർക്ക് മറ്റുള്ള വേറെ അഭിപ്രായം ഉണ്ടായിരിക്കും. ഈ സിനിമ വലിയ വിജയമായി തീരുമോ പരാജയമായി തീരുമോ എന്നൊന്നും ഞാൻ പറയില്ല. 100 കോടി അടിക്കുമോ? പക്ഷേങ്കിൽ 100 കോടി അടിക്കാനൊക്കെ ഉണ്ട്, സിനിമയുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ പ്രേക്ഷകരാണ് ഈ പറയുന്ന പോലെ വലിയ ഒരു തള്ളിക്കയറ്റം തിയേറ്ററിലോട്ട് കാണുന്നില്ല. ആൾക്കാർ കാണട്ടെ, കണ്ടാലേ വലിയൊരു വിജയം മാറുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.